രാത്രി വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ഈ വിളക്ക് നിങ്ങളുടെ കൈ തട്ടിയിട്ട് വീഴുക. ഒരു തഴപ്പ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഓർമ്മയുണ്ടോ? തഴപ്പ എന്ന് പറയുന്ന സാധനമാണ്. കറക്റ്റ് കണക്കെടുത്താൽ അന്ന് രാത്രിയിൽ ഈ പുല്ലുള്ള വീട് കത്തി നശിക്കണം. പക്ഷെ എന്റെ ദൈവം ഇറങ്ങി വന്ന് അതിനെ അണച്ചതാണെന്ന് പറയാൻ പറയും. ഓർമ്മയിലുണ്ടോ? ഉണ്ട്. കറക്റ്റാ ഞാൻ പറഞ്ഞത്. കാരണം തഴപ്പായ കാണിക്കുന്നു. അങ്ങേ അറ്റത്ത് അച്ചാൻ കിടക്കുന്നത്, ആ ഭിത്തിയോട് ചേർന്ന് അല്ലേ, ഭിത്തിയോട് ചേർന്ന് അച്ചാൻ കിടക്കുന്നു. മാമ ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കും. അന്ന് ഈ തലയുടെ മേളിലെ മണ്ണെണ്ണ വിളക്കിരിക്കുന്നത് തലയുടെ മേളിലെ മണ്ണവിളക്ക് മാത്രമല്ല, അവിടെ ഒരു സാധനം കൂടി ഇരിപ്പുണ്ട്. പറയട്ടെ, എന്തോ അത്? ഒരു ബൈബിൾ ഇരിപ്പുണ്ട്. കറക്റ്റാ, ഉണ്ട്. തലയുടെ പുറകിൽ ഒരു ബൈബിള് വെച്ചിട്ട, ഒരു പഴയ ബൈബിള്. ദൈവം ഒരു മറുപടി അയക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തടയാൻ ആർക്കും കഴിയത്തില്ല. ആ മറുപടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു തവണ തുറന്നു വിട്ടാൽ പിന്നെ ജീവിതകാലത്ത് അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല. അത് തുറന്നുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് ദൈവത്തിന്റെ മറുപടി വരുന്ന ദിവസമാണെന്ന്? വിശ്വസിക്കുന്നവർ മാത്രം കൈകളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നൊരു മറുപടിയുടെ ദിവസമാണ്. ഇന്ന് ചിലരുടെ പ്രാർത്ഥനയുടെ മറുപടിയുടെ ദിവസമാണ്. നിലവിളികളുടെ മറുപടികളുടെ ദിവസമാണ്. നീ കരഞ്ഞതിന് മറുപടികളുടെ ദിവസമാണ്. ഇതുവരെ നീ നൊന്തതിന് മറുപടികളുടെ ദിവസമാണ്. ഇതുവരെ നീ വേദനിച്ചതിന് മറുപടികളുടെ ദിവസമാണ്. ഈ ദിവസങ്ങൾ ഒരു മറുപടികളുടെ ദിവസമായി മാറട്ടെ. ഹല്ലേലൂയ. ഒരു മറുപടി ഞങ്ങൾ കാണിക്കാം. ഇപ്പൊ ഇവിടെ ഒരു മറുപടി കാണിക്കാം. നിങ്ങൾ ഞെട്ടുന്നൊരു മറുപടി കാണിക്കാം. ഒന്ന് എഴുതേക്കാ, ഈ അച്ചാൻ ഒന്ന് എഴുതേക്കാ. ഇങ്ങി വരാമോ? ഇങ്ങോട്ട് തന്നെ നടന്നു വരുവോ? തന്നെ നടന്നു വരുവോ? തന്നെ നടക്കുവോ? അങ്ങോട്ട് തിരിഞ്ഞു നിന്നോ. അമ്മാമ വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ഈ മനുഷ്യൻ ഈ മാമാമ, അമ്മാമയോട് ഇങ്ങി വാ. ഇത് ആരാ അമ്മാമ? ഇത് ചേട്ടനാണോ? ചേച്ചിയുടെ ഭർത്താവാണ്. എന്നോട് വന്ന് പറഞ്ഞത്, എന്നോട് ഇങ്ങനെ പറഞ്ഞേ, വെന്റിലേറ്ററെ കിടക്കുക, ആള് മരിച്ചു പോവും, ആ രീതിയിലാ കിടപ്പ്. ഞാൻ ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടത് മരണമാണ് കാണുന്നത്. ഒരാൾ വാതിക്കൽ ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ നിൽക്കുന്നതായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. ഞാൻ പറഞ്ഞ മാമ ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനല്ലേ പറഞ്ഞേ? ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ 2ാം തവണ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രക്ഷപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഭാഷയുണ്ട്, ഞാൻ ഗ്യാരണ്ടി, എൻ്റെ ദൈവം ഗ്യാരണ്ടി. നെഞ്ചത്തടിച്ച് പറയുന്നൊരു ഗ്യാരണ്ടി ഉണ്ട്. ഇത് തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നു. വെന്റിലേറ്ററിൽ നിന്ന് നേരിട്ട് എഴുന്നേറ്റ് ഇന്ന് അവരുടെ കൂടെയാ വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ദൈവത്തിൻ്റെ മറുപടി എത്ര ഭയങ്കരം. പോയിരുന്നാട്ടെ മാമ, പോയിരുന്നാട്ടെ. ദൈവത്തിൻ്റെ മറുപടി എത്ര ഭയങ്കരം, എത്ര ഭയങ്കരമാണ് ദൈവത്തിൻ്റെ മറുപടി. ദൈവം മറുപടികളെ തരാൻ തുടങ്ങി. അമ്മാമ, നിങ്ങളുടെ വീട് എവിടെയാ? ഇടുക്കിയിലാണോ? ഇടുക്കിയാണോ? ഒന്ന് എഴുന്നേക്കാവോ? ഇടുക്കിയിലാണോ വീട്? ആണോ? അത് ഭർത്താവാണോ അത്? ഓ ഗ്ലോറി. ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം. ഒരു പഴയ വീട് ദൈവം എന്നെ കാണിക്കുന്നു. ആണോ? പഴയ വീടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുന്നോക്കമില്ലാത്തൊരു പഴയ വീട്. ഒരു തരത്തിലും കേറി പോകാത്ത രീതിയിൽ കുരുക്കിയിട്ടിരിക്കുന്ന ഒരു പഴയ വീട്. ശരിയാണോ? ശരി. ഇന്ന് നമ്മൾ ആ വീട്ടിലേക്ക് ഇന്ന് കർത്താവ് ഇറങ്ങി വരാൻ പോകുന്ന ദിവസമായിരുന്നു. ഇത് കർത്താവ് ഇറങ്ങി വരും. മാമയുടെ പേരെങ്ങനെയാ? മോളി. വേറെ പേരുണ്ടോ? പള്ളിയിലെ പേരെന്തുവാ? ജസീന എന്നല്ലേ?
മോളി എന്നല്ല, ഞാൻ ജസീനാന്നാ കണ്ടത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ജസീനാന്നാ പള്ളിയിലെ പേരാണ്. ഇങ്ങനെ ഒരു പേര് കാണിക്കുന്നുണ്ട്, പക്ഷെ അത് ഈ കൂട്ടത്തിലിരിക്കുന്ന ആരുടെ ഒരാളുടെ പേരാ. അത് തലമുറകളായിട്ടിറങ്ങി വന്ന ഒരു കുരുക്കിനെ ഇന്ന് ദൈവം പൊട്ടിക്കും. ആ പൊട്ടുന്ന കൂട്ടത്തിൽ ആ ആടെ പേരുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യും. 2 തലമുറയ്ക്ക് മുമ്പ് കിടക്കുന്ന ഈ സാറാമോ കിടക്കുന്ന ഒരു പേര് ദൈവം എന്നെ കാണിക്കുന്നുണ്ട്. ആ പേരുമായിട്ട് ഇതിൻ്റെ അകത്തിരിക്കുന്ന ആർക്കോ ഒരു ബന്ധമുണ്ട്. ആ പേരുമായിട്ടിരിക്കുന്നത് സാറാമ എന്ന പേരുള്ള ഒരാള് ഇതിൻ്റെ അകത്ത് എവിടെയോ ഇരിപ്പുണ്ട്. സാറാമ എന്നെഴുതേക്കാവോ? സാറാമ എന്നാണ് പേര്. നമ്മുടെ വീട് ഇവിടെ എറണാകുളത്താ, ഒറിജിനല്. നിങ്ങളുടെ ഈ ഇടുക്കി ജില്ല വല്ലോ ആണോ ഉള്ളത്? ഇങ്ങി വരാമോ അമ്മച്ചി? ഇങ്ങി വാ. ഇവിടെ നിന്നു. ഇടുക്കിയിലല്ലേ വീട്? ഇടുക്കി ജില്ല തന്നെയല്ലേ? എന്റെ ജനനം പോത്താനിക്കാട്, മുള്ളരിങ്ങാട് എന്ന് പറയും. ഇടുക്കി പോലെ ഇടുക്കിയുടെ ബോർഡറാണ് സാറാമ. ഞാൻ ഇങ്ങനെ വിളിപ്പിച്ചത് ഈ മൈക്ക് ഒന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് വിളിപ്പിച്ചത്. ഈ അമ്മാമെ കാണുമ്പോഴെല്ലാം ഞാൻ വരുന്നേ, പ്രാർത്ഥിച്ചോണം. ഇന്ന് നമ്മൾ വീട്ടിൽ കയറി ആ കുരുക്കിനെ എടുത്ത് ദൂരെ കളയും. സമ്മതിച്ചോ? ആ കുരുക്കിനെ എടുത്ത് കളയും. മരണത്തെ 2 വട്ടം നിങ്ങൾ കണ്ടയാളാ. ആ കുരുക്കിനെ നമ്മൾ എടുത്ത് കളയും. ഞാൻ അമ്മാമ ഈ കാണുമ്പോഴല്ല ഈ 2 കാര്യങ്ങൾ എന്നെ ദൈവം കാണിക്കുന്നു. ബിൽഡിങ്ങും പ്രോപ്പർട്ടിയും ഒക്കെയാ കാണിക്കുന്നത്. എന്തുവാ സംഭവം? മാർക്കറ്റിംഗ് ആയിരുന്നു. ഹസ്ബൻഡ് അതിന്റെ മാർക്കറ്റിംഗ് ബിസിനസ് ഒക്കെ ആയിരുന്നു. ബിൽഡിങ്ങും പ്രോപ്പർട്ടിയും ഒക്കെ ആണോ? അതിന്റെ മാർക്കറ്റിംഗ് ആണോ? കർത്താവ് എന്നോട് പറയുന്നു, സാറാമാമയോട് പറയാൻ പറയുന്നു, അടഞ്ഞു പോയതിനെ എല്ലാം തുറക്കാൻ പോവാന്ന് പറയാൻ പറയുന്നു. പൈശാചിക ലോകം അടച്ചു വെച്ചതെല്ലാം ഈ ദിവസങ്ങളിൽ തുറന്നു വരാൻ പോവാന്ന് കർത്താവ് പറയാൻ പറഞ്ഞു. അത് മാത്രമല്ല മാമേ, ഒരു 2 വിഷയത്തിന് മേൽ ശരിക്കും നീറിയാ നിൽക്കുന്നത്, അകന്നൊന്താ നിൽക്കുന്നത്. ഒന്ന് വ്യക്തിപരമാണ്, അത് ഞാൻ എന്താണെന്ന് പറഞ്ഞില്ല. തലമുറയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിന് ദൈവം എന്നെ കാണിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു സെറ്റിൽമെന്റ് ചെയ്യും. ധൈര്യത്തോടെ പോയിരുന്നാട്ടെ. കാണുന്നതിന് എന്നാ മാമേ? ഞാൻ ആരുടെ ഫീസ് വാങ്ങിക്കുന്നില്ല മാമേ. ഞാനിവിടെ ഉണ്ട്, എവിടെ പോകാനാ? പേഴ്സണലായിട്ട് കാണാൻ പറ്റുമോ? എല്ലാരെയും കണ്ടിട്ടേ പോകത്തുള്ളൂ. ഓടി രക്ഷപ്പെടുന്ന ഒരു പരിപാടി എനിക്കില്ല. ഇടുക്കി വാഴക്കുന്നോ? വാഴത്തോപ്പ് ഇല്ലയോ? ഇതങ്ങ് കമ്പമ്മേട് പോകുന്ന റോഡാണോ ഇത്? അല്ല. ഇത് എവിടോട്ട് പോകുന്ന? ഇത് റോഡ് ഇങ്ങനെ മണിയാർകുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് എങ്ങോട്ട് പോകുന്നതാ ഈ മെയിൻ റോഡ്? റോഡ് ഞങ്ങളുടെ മുറ്റത്തോടെ അമ്മാമയുടെ വലിയ റോഡ് കാണിക്കുന്നുണ്ടോ? വലിയ ഒരു റോഡ് കാണിക്കുന്നു. വലിയ റോഡുണ്ട്. അത് എങ്ങോട്ട് പോകുന്ന? അതിങ്ങനെ അങ്ങ് പോകും. മണിയാർ അവിടെ അവസാനിക്കുക. അവിടെ ഇത് വലിയ ഈ തമിഴ്നാട്ടിൽ പോകുന്ന പോലത്തെ ഒരു പ്രതീതിയാ ഇവിടെ. നല്ല റോഡ്. ഞാൻ വലിയൊരു നല്ല റോഡ് നിങ്ങളുടെ വീടിന്റെ ഭാഗത്തായിട്ടാ. കറക്റ്റാ? ശരിയാ. കാരണം ഇത് പിന്നെ ഈ റോഡ് ഒരു 3 കിലോമീറ്റർ പോയാൽ ഒരിടത്ത് അവസാനിക്കുക. കറക്റ്റാ? ഒരു 3 കിലോമീറ്റർ പോയി അവസാനിക്കുക. ദൈവം എന്നെ അങ്ങനെ കാണിക്കുന്നു. അത് പ്രത്യേകിച്ചൊന്നുമില്ല, വലിയൊരു ജംഗ്ഷനാ. അത് വലിയൊരു വലിയ ജംഗ്ഷനാ. പക്ഷേ ഒരു 25 വർഷം പുറകിലാണെന്ന് മാത്രം. കാരണം ഒരു സ്റ്റാൻഡും പെട്ടിക്കടകളും ഈ ഒരു തെളിവ് വേണേ പറയാം. KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും ഒരുപോലെ നിർത്തിയിട്ടിരിക്കുന്നത്, ഒരേ സ്റ്റാൻഡിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ആണോ? ശരിയാണ്. ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കാണുന്നത്. ഇഷ്ടംപോലെ പെട്ടിക്കടകളുണ്ട്. തമിഴ് ആൾക്കാർ നിൽക്കുന്നു. തമിഴ് ഉള്ള ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നതൊക്കെ കാണാം. വള്ളി കൊട്ടയും ഒക്കെ ഉള്ള കുറെ ആളുകൾ, സ്ത്രീകള് എല്ലാം ആ സൈഡിലൊക്കെ നിൽക്കുന്ന എനിക്ക് കാണാം.
3 കിലോമീറ്റർ പുറകിൽ എന്നെ കർത്താവ് കാണിക്കുന്നു. അമ്മാമേ 2 വീട് ദൈവം എന്നെ കാണിക്കുന്നു. ഒന്ന് ഷീറ്റ് ഇട്ട ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു ഓടിട്ട വീടും കർത്താവ് എന്നെ കാണിക്കുന്നു. അതിൻ്റെ ഇപ്പുറത്ത് ആ ഫ്രണ്ട് വാർത്ത നിങ്ങളുടെ വീടാണോ? അല്ലല്ലോ, അതോ ഓടിട്ട വീടാണോ? ഷീറ്റ് വിട്ട വീട് അതാണോ നിങ്ങളുടെ വീട്? ഷീറ്റ് ഇട്ട വീട് ദൈവം എന്നെ കാണിക്കുന്നു. അതിന്റെ അപ്പുറത്തൊരു ഓടിട്ട വീടും ഒരു വീടുണ്ട് അല്ലേ? കറക്റ്റാ. ഷീറ്റ് ഇട്ട വീട് കാണിക്കുന്നു. 2 മക്കളോ? 4 മക്കള് അല്ലേ? ഒരാണല്ലേ ഉള്ളൂ. പിള്ളേരെന്തോ ചെയ്യുന്നു? പോയല്ലോ എല്ലാരും. തന്നെയല്ലേ ഉള്ളൂ? പയ്യൻ ഉണ്ട് കൂടെ ഉണ്ട്. മെക്കാനിക്ക് വല്ലോ എന്തോ ചെയ്യുന്നത്? മെക്കാനിക്കല്ല, ഈ എന്തൊരു ജോലിയായി വെള്ളമൊക്കെ ഇങ്ങനെ ഫിൽറ്റർ ചെയ്യണേ. മെക്കാനിക്കാ? അത് തന്നെയാ അതാ ജോലി. അത് തന്നെ. വാട്ടർ പ്യൂരിഫയർ. അവന്റെ കൈ സ്പാനറൊക്കെ ഇരുന്ന് ടൈറ്റ് ചെയ്യുന്നു. അല്ലേ? ഒരു സ്പാനറൊക്കെ വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്നു, ഏണ്ടെല്ലാം മുറുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മെക്കാനിക് ആണോ ചോദിച്ചത്. അവൻ അതിന്റെ ഫിറ്റ് ചെയ്യുന്ന ആളാണോ? ആണോ? അതെ. ഒത്തിരി നിലവിളികൾ നിറഞ്ഞു കിടക്കുന്ന വീടായത്. ഒരുപാട് നിങ്ങളുടെ കണ്ണുനീര്, മോളിമാമയുടെ കണ്ണുനീര് ഇതിൻ്റെ അകത്തുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. ദൈവം എന്നെ കാണിക്കുന്ന കാഴ്ച, നിങ്ങളുടെ പഴയ ചരിത്രം എടുത്താൽ ഒരു നാടകീയ ചരിത്രത്തിൽ കൂടെ നിങ്ങൾ വരുന്നത്. ഭയങ്കര ഗതികേടിൻ്റെ അകത്തൂടാ നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത്. ശരിയാണോ? ചൂടെളുപ്പത്തിൽ പറഞ്ഞാൽ ഒന്നാമത്തെ കുഞ്ഞെങ്ങനെ ജീവിക്കുമെന്ന് വരെ നിങ്ങൾ ചിന്തിച്ച, ശരിയാണോ? അതിനുപോലും ഒന്ന് കൊടുക്കാനില്ലാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നേ കൂടെ ഓടിയിട്ടുണ്ട്. ശരിയാണോ? ഞാൻ പറഞ്ഞത് വല്ല കള്ളത്തരം ഉണ്ടോ? ഉണ്ടോ അമ്മാമേ? കറക്റ്റ്. അമ്മാമയ്ക്ക് അറിയാലോ ചരിത്രം. ഞാനിത് ഇങ്ങനെ കൊണ്ടുവരുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മകൻ മൂലം ആ സ്ഥലത്തല്ല, ഈ സ്ഥലത്ത് ദൈവം നിങ്ങളെ ഉറപ്പിക്കണം. ഇവിടെ ഉറയ്ക്കണം. ആ കാട്ടിലല്ല ഉറയ്ക്കേണ്ടത്, നാട്ടിൽ ഉറയ്ക്കണം നിങ്ങൾ. ഇവിടെ ഈ ഭാഗത്തല്ലേ? അല്ലേ? ഉറയ്ക്കണം നിങ്ങൾ. ഈ നഗരത്തിൽ ഉറയ്ക്കണം. പഴയകാല ചരിത്രം. അന്ന് ഷീറ്റ് അല്ല ഞാൻ കാണുന്നത്. അന്ന് ഷീറ്റല്ല, ഇപ്പോഴത്തെ വീടാണ് ഷീറ്റ്. പഴയ വീട് മൺകട്ട കെട്ടിയ ഒരു പുല്ല് വീട്. ശരിയാണോ? വരുന്നോ എന്റെ കൂടെ? ഇടുക്കിക്ക് വരുന്നോ? ശാന്തിയാനി വരുന്നോ? തൊട്ട് പുറകിരിക്കുന്ന ആള് വരുന്നോ അമ്മാമ? ഡോക്ടറെ വരുന്നോ എൻ്റെ കൂടെ? പഴയ കാലം നമ്മൾ എടുക്കാൻ പോവാ. ഒരു 25 വർഷം പുറകിലോട്ട് പോകാൻ പോവാ. കറക്റ്റ് അല്ലേ? 25 വർഷം പുറകിൽ ദൈവം നിങ്ങളെ പോറ്റി പുലർത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടോണം. CSI ബാക്ക്ഗ്രൗണ്ട് വല്ലോ? CSI ആണോ RC ആണോ? CMS ആ ബാക്ക്ഗ്രൗണ്ട് അല്ലേ? ആ ബാക്ക്ഗ്രൗണ്ട് കാരണം അങ്ങനെയുള്ള അച്ഛന്മാരെയൊക്കെ അച്ഛന്മാരെ 25 വർഷം പുറകിൽ ഒരു പുല്ലിട്ട, ഒരു മണ്ണ് തേച്ച, ഒരു മുറിയുള്ള ഒരു മുറി. ശരിയാ? ചെറിയൊരു അടുക്കള. കറക്റ്റാ? ഫ്രണ്ടിൽ ഇരിക്കാനുള്ള ചെറിയ ഒരു ഇളത്തിണ്ട്, എന്തായാലും പറയുന്നത്, ഒരു മണ്ണ് കൊണ്ട് കെട്ടി അതേൽ ഇങ്ങനെ ഇരിക്കാന്നൊരു സാധനം. കറക്റ്റാ? ആ സാധനത്തില ഇരിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ഒരു രാത്രിയിൽ ദൈവം വിടുവിച്ചെടുത്തത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കോണം. അന്ന് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങളും ഒക്കത്തൊരു 3ാമത്തെ കുഞ്ഞുകൂടുണ്ട്. അന്നൊരു മണ്ണെണ്ണ വിളക്ക് തട്ടി രാത്രി വീണത് ഓർമ്മയുണ്ടോ?
ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. എത്ര വർഷമായെന്നറിയോ? 20 വർഷമായി. ഓർക്കുന്നുണ്ടോ? 20 വർഷത്തിന് മേളായി. അന്ന് ആ ചുറ്റുവട്ടത്തൊക്കെ പുല്ലിന്റെ വീടുകളാണ്. അന്ന് ഈ റോഡിന് ഇത്രയും വീതിയൊന്നുമില്ല, കൊച്ചു റോഡായത്. സമ്മതിച്ചോ? കൊച്ചു റോഡായത്. കൊച്ചു റോഡ് മേളിൽ നിന്ന് കട്ടർ ഇറങ്ങി വരുന്ന റോഡായത്. കറക്റ്റ് ആണോ? ഓർക്കുന്നുണ്ടോ മാമേ? ഇത്രയും പേരുടെ കൃത്യമാണോ? 20 വർഷം പുറകിലത്തെ കാര്യം പറയുന്നത്. കട്ടറുള്ള റോഡ്, കല്ലിൽ നിന്നൊരു ജീപ്പ് മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റോഡ്. കറക്റ്റാ? ഞാൻ 20 വർഷം പുറകിലാണ് നിൽക്കുന്നത്. ബിക്കോസ് ഞാനിപ്പോ ടൈം ട്രാവലർ ആകാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് നിന്ന് അടുത്ത സമയത്തേക്ക് ഒരു യാത്ര. എഴുതിയിട്ടോ, നിങ്ങളുടെ വിധിയെ തന്നെ തിരുത്തുന്ന രീതിയിൽ 20 വർഷം പുറകിൽ സഞ്ചരിക്കാമെങ്കിൽ 20 വർഷം മുന്നേ സഞ്ചരിക്കാം. ഞാൻ കാണുന്ന കാഴ്ച ഒരു 20 വർഷം പുറകിലോട്ടെടുത്താൽ അവിടെ ടാർ ചെയ്യുന്നത് ഏകദേശം 2005 ഒക്കെ കഴിഞ്ഞ ടാർ ചെയ്യുന്നത്. ടാർ ചെയ്യുന്നത് 2005 2010 ഇടയ്ക്കെങ്ങാണ്ടായത് ടാർ ചെയ്യുന്നത്. ചെറിയ റോഡിന് JCB ഇറങ്ങി വീതി കൂട്ടി സൈഡിലത്തെ പുല്ലുകൾ അരിഞ്ഞിട്ട് മേളിൽ വെക്കുന്ന പുല്ലുകളാണോ അതെന്താ? അത് മേളത്തെ തിട്ട ഇങ്ങനെ ഇടിച്ച് കറക്റ്റാ? 20 വർഷം പുറകിലാകോർത്താണ്. ഇത് ഇടിച്ചിടിച്ചാണ് റോഡിന് വീതി കൂട്ടി. അതുവരെ ജീപ്പ് മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ടൗണ്. മണിയാർ ടൗണിൽ ചെന്നാൽ നടുക്കൊരു വലിയ വൃക്ഷം നിപ്പുണ്ടായിരുന്നു. ഓർമ്മയിലുണ്ട്? ഉണ്ട്. അതിന് ചുറ്റും വട്ടം കറങ്ങിയ ജീപ്പുകളും വണ്ടികളും വന്നുകൊണ്ടിരുന്നത്. തെളിവ് സഹിതമാണ് പറയുന്നത്. ദൈവം എന്നെ കാണിക്കുന്ന കാഴ്ചയായത്. എഴുതിയിട്ടോ, ഈ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ 3 കൊച്ചു കുഞ്ഞുങ്ങൾ, 2 കുഞ്ഞുങ്ങളോ 3 കുഞ്ഞുങ്ങളോ, എൻ്റെ സംശയമാണ്, ഡൗട്ടാ, എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, പിക്ചർ കിട്ടുന്നില്ല. അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ കറക്റ്റാ? ചെറിയ മിറ്റമുള്ള അതിന്റെ വാതുക്കല നിൽക്കുന്നു. അങ്ങോട്ട് ഷീറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നു, പുറകോട്ട് ഷീറ്റ് ഇറക്കിയിരിക്കുന്നു. ഇതെത്ര 14-ാം വാർഡാണോ 4-ാം വാർഡാണോ ഇത്? 14 അവിടെ എഴുതി വെച്ചിരിക്കുന്നു. 14-ാം വാർഡാ. 14-ാം വാർഡാ എഴുതി വെച്ചിരിക്കുന്നത്. ആരൊക്കെയോ വരുന്നു. നിങ്ങള് റോഡിൽ കൂടെ തെരഞ്ഞെടുപ്പിന്റെ ഉള്ള ആൾക്കാർ പോകുന്നു. 2-3 സ്ത്രീകളാന്ന് തോന്നുന്നു ഈ തവണ ഇവിടെ നിൽക്കുന്നത്. ആണോ? 2 സ്ത്രീകളാണ് നിൽക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു, നിങ്ങളെ നോക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ വീടിന്റെ അകത്തേക്ക് ഒരു ദൈവത്തിന്റെ കരം. 2 മുറി. 2 മുറിയല്ലേ? അല്ലേ? ആന്നോ? എന്താ ഒരു സംശയം? 2 മുറി, ഒരു ഹാളും ഒരു അടുക്കളയും. ശരിയാ. എല്ലാം കൂടെ പറയല്ലേ? ഞാൻ പറയുന്നില്ലയോ? താമസമില്ലയോ ഇവിടെ? ഇപ്പൊ അവിടെ ആരുമില്ല, ഞങ്ങളങ്ങ് പോകുന്നു. ആരുമില്ല. പുറയിലൊക്കെ കാട് കളിച്ച് കിടക്കാ. പോയി വെട്ടിച്ചോണം കേട്ടോ. വല്ല എഴുതാതെ കയറി ഇരുന്ന് അറിയത്തില്ല. പുറയിലെല്ലാം കാട് കളിച്ച് കിടക്കുക. നിങ്ങളെല്ലാം കുടുംബത്തോടെ എല്ലാവരും പോകുന്നു. എല്ലാവരും പോകുന്നു. ചേട്ടത്തി അനീതി എല്ലാം ഫ്ലാറ്റ് അങ്ങ് വാങ്ങിച്ചു. ആമേൻ പറ. ഉറക്കെ പറ. ഞാൻ വാങ്ങിക്കൂന്ന് പറ. ഞാൻ വാങ്ങിക്കും. പിന്നെ അല്ല, ഞാൻ വാങ്ങിക്കും തന്നെ പറ. എനിക്കിതൊക്കെ വലിയ സന്തോഷമാണ്. ഒരാൾ നന്നായി കിടക്കുന്ന അത്രയാട്ട് ഇല്ലയോ? 2 മുറി, ഒരു ഹോള്, അടുക്കള. എന്നാ ഇനി അങ്ങോട്ട് പോന്നേ? എന്നാ പോന്നേ? തീരുമാനിച്ചിട്ടില്ല. പോകുമ്പോ ഫ്രണ്ടിലത്തെ ജനലുണ്ടല്ലോ, ആ ജനലിന് ഒരു കൊളുത്ത് പിടിപ്പിച്ചോണം. 2 കൊളുത്തില്ല, ഒരു കൊളുത്തേ ഉള്ളതിന്. അറിയാവോ? അത് മോനെ കഴിഞ്ഞ ദിവസം പോയിട്ടില്ലായിരുന്നു. മക്കളെല്ലാരും കൂടെ ചേട്ടന് പറ്റിയില്ലെന്നായപ്പോഴേ, അപ്പം വീട് വളരെ മോശമായിട്ട് കിടക്കുന്നു. അപ്പൊ പറഞ്ഞു എല്ലാം നന്നാക്കണം, മൊത്തം പോയി കിടക്കുവാന്ന് പറഞ്ഞു. ഒരു ജനലിൽ ഒരു കൊളുത്തില്ല, ജനലെല്ലാം ഒരു പരുവത്തിലായി. അതെ അതെ, കൃത്യമാണ് ലിജോയെ. ഇനി ശ്രദ്ധിച്ചു കേട്ടോണം. ഇതിന്റെ അകത്തോട്ട് ഞാൻ ഒന്ന് കേറാൻ പോവാ. ഓയ്യോ,
ഇത് മൊത്തം ഇരുട്ടിന് അന്ധകാരി. കറണ്ട് ഉണ്ടോ? കറണ്ടുണ്ട്. ഈ ബൾബെല്ലാം മാറ്റണം. പഴയ കാലത്തെ ബൾബാ കിടക്കുന്നത്. അതെ. ഇത് മാറ്റിയിട്ട് CFL ആക്കണം. ഇപ്പൊ CFL ഇല്ലല്ലോ, എന്തോടെ ഉള്ളത്? LED ആക്കണം. ഇപ്പൊ പഴയ കാലത്തെ ബൾബാ. ഒരു വയർ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അതിലോട്ട് വയറിംഗ് ഒന്നും കറക്റ്റ് അല്ല ചെയ്തേക്കുന്നത്. വിട്ട് നോക്കട്ടെ ഇതിനകത്തുനിന്ന്. ഒരു പഴയ കസേര കിടപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു പഴയ കസേര. ഇരിങ്ങി തരുന്നോ ഈ കസേര? പഴയ കാലത്ത് ഒരു കസേരയാ അതോടെ ഇരിക്കുന്നത്. ഇത് തരുന്നോ? ഞാൻ എടുത്തോണ്ട് പൊക്കോളാം. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര ഇത് പോയി ശരിയാക്കണം കേട്ടോ. മേളിലെല്ലാം ചെതലുണ്ട്, മൊത്തം ചെതല് കയറിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് ശരിയാക്കി ലെവലാക്കി ഇടണം. ഒരെണ്ണം കെട്ടിപ്പടുക്കാൻ വലിയ പാടാ, നശിപ്പിച്ച് കളയാൻ എളുപ്പമാ. ഒരു ദിവസം പോയി അവിടെ ആരെങ്കിലും വിട്ടൊന്ന് പുറകിലെല്ലാം കാടാ, ഒന്ന് ചെത്തി മിനിക്കുമെന്നിരിക്കും. ഇത് കിണറില്ലയോ ഇവിടെ? കിണറില്ലല്ലോ ഇവിടെ. ഞാൻ നോക്കിയിട്ട് ഇവിടെ നിന്ന് കിണർ കാണുന്നില്ല. ഇല്ലേ? കിണറില്ലേ? കിണറില്ല. കിണറില്ല, പക്ഷേ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കാം. വെള്ളം എങ്ങനെയാ? മേളുവശം ഇങ്ങനെ വലിയ ടാങ്കി കെട്ടിയിട്ട് അവിടുന്ന് ഓസിട്ട് വെള്ളം അങ്ങനെ എടുക്കുക, സംഭരണിക്കകത്തേക്ക് നിറച്ചെടുക്കുക. അതിന്റെ ശബ്ദമാണ് ഇങ്ങനെ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കാം. ഓസിട്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വെള്ളം എടുക്കണം. ഈ താഴോട്ട് ചെറിയ റോഡ് ഇറങ്ങി ചെല്ലുന്നതൊക്കെ എങ്ങോട്ട്? അവിടെ താഴെ വീട്ടുകാരൊക്കെ ഉണ്ടോ? വീട്ടുകാരൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ വീട്ടുകാരുണ്ട്. അങ്ങ് താഴെ അങ്ങനെ തോട് വല്ലതും ഉണ്ടോ? തോടുണ്ട്. ഉണ്ടോ? ഒരു തോട്ടിലെ ശബ്ദം താഴെ ഒരു തോടുണ്ട്. പക്ഷെ ഈ വാതൊക്കെ ചെന്ന് നിന്നിട്ടുണ്ടല്ലോ, ഓ എന്തോ തണുപ്പെന്നറിയോ. മഞ്ഞ് ഇതുവരെ മാറിയിട്ടില്ല. കോട ഇറങ്ങി ശരിയാ. ഇങ്ങനെ കയറി ഞാൻ അതിന്റെ അകത്താണ് നിൽക്കുന്നത്. ഓ ഇവിടെ നിന്ന് പറന്നാ കൊള്ളാന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അത്ര ഒരു സ്ഥലം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മകനെ ദൈവം അങ്ങ് അനുഗ്രഹിക്കും. പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ? ഇല്ല. എടുപ്പിക്കണ്ടേ? എടുപ്പിക്കണം കേട്ടോ. അവനെ കൊണ്ട് പാസ്പോർട്ട് എടുക്കും. ഇവിടെ കൊണ്ടുവരണം, ഞങ്ങൾ സീലടിച്ച് തരും. വെളിയിലേക്ക് യാത്രയാകണം. ദൈവം അവന്റെ മുന്നിൽ അത്ഭുതം ചെയ്യണം. നിങ്ങളുടെ അനീതിക്കാണോ ഈ ഹോട്ടൽ നടത്തുന്ന? നിങ്ങളുടെ അനീതി. അവരുടെ മോൾ ഒരു ഇന്റർവ്യൂ പാസ്സാകാൻ പോവാ കേട്ടോ. എന്നാ പരീക്ഷ? പോയിട്ടുണ്ട്. നാളെയാണ് പരീക്ഷ. എവിടെയോ? ഇന്റർവ്യൂ കൊച്ചിയിലാണോ? അത് പാസ്സാകുന്നുണ്ട്. കർത്താവിനോട് പറയാൻ പറയാം. അത് പാസ്സാകും കേട്ടോ. അവളെ ദൈവം ഒരു ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇന്റർവ്യൂ അതേ ദൈവം പാസ്സാക്കുന്നതിനോട് പറയാൻ പറയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ധൈര്യത്തോടെ പോവാ. വീണ്ടും ഒന്നുകൂടെ പറയാം, ഈ നിൽക്കുന്നതൊക്കെ ഒത്തിരി കണ്ണുനീര് അനുഭവിച്ചാ നിൽക്കുന്നത്. ഈ നിർത്തിയതൊക്കെ ദൈവം ഈ കർത്താവിനെ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം 1-2 വട്ടം ഇനിയും പറയാനാണ് എനിക്ക് ഒരുപാട് പറയാൻ വരും. കാരണം ആ തിട്ട ഇറങ്ങി വന്നപ്പോൾ വീഴാൻ തുടങ്ങിയത് ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ആ തിട്ട ഇറങ്ങി പണ്ട് ആ തിട്ട ഇറങ്ങി ചെന്നപ്പോൾ പുറം തല്ലി ഒന്ന് വീണു. ഇപ്പോഴും വലത്തെ കാലിന്റെ ഈ ഏണിനൊരു വേദനയുണ്ട്. കറക്റ്റാ? ആ വേദന ദൈവനെ കാണിക്കുന്നത് വീണതാണ്. അത് മാത്രമല്ല എന്തൊക്കെയോ ഇടിഞ്ഞ് തലയെ വീഴേണ്ടതാ. അവിടുന്നൊക്കെ ദൈവം വിടിപ്പിച്ചുകൊണ്ട് വന്നതാണെന്ന് പറയാൻ പറ്റും. കല്ല് വീണതാ തലയില്ല, അത് തലയിൽ വീണതാണ്. തലമുറിഞ്ഞു. അവിടുന്ന് കർത്താവ് വിടുവിച്ചതാണ്. ഇതെല്ലാം ഓർത്തോണം. മരിച്ചു പോകേണ്ടടുത്തുനിന്ന് എൻ്റെ ദൈവം വിടുവിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയതാണ്. അതുകൊണ്ട് ഒരു കാരണവശാൽ ഈ കർത്താവിനെ തള്ളി പറയരുത്. വരും തലമുറ, നാളത്തെ തലമുറ, എല്ലാ തലമുറയും. ഇന്ന് ഇടുക്കിയിൽ ആ കുഗ്രാമം, ഒരു കുഗ്രാമമാണ്. അവിടുന്ന് ഈ എറണാകുളം വരെ വന്നെങ്കിൽ, ഇന്ന് വന്നെങ്കിൽ നാളെ ഇവിടെ ദൈവം ഉറപ്പിക്കും. കാരണം ആ സ്ഥലം എനിക്കറിയാം. ആ സ്ഥലം എനിക്കങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ആ സ്ഥലം ഇന്ന് വരെ. പക്ഷെ ആത്മാവിൽ എനിക്കറിയാം ആ സ്ഥലത്തെക്കുറിച്ച്. ഞാൻ ഇപ്പൊ കണ്ട കാഴ്ച എന്നെ ചോദിച്ചാൽ ഒരു പഴയ സ്ഥലമാണ്. വലിയ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങി വരുന്ന ഒരു റോഡും. ശരിയാണോ?
അതുപോലത്തെ റോഡും കാര്യങ്ങളും വലിയ പുല്ലുകളൊക്കെ വളർന്നു നിൽക്കുന്നു. വനമാണോ ഇത്? വനമാണോ ഇത്? വനം ഏറിയകളൊക്കെ കണ്ട അതിൽ നിന്ന് ഇറങ്ങി വരുന്നിടത്തു നിന്നാ ദൈവം നിങ്ങളെ വിടുവിച്ചെന്ന് പറയാം. ഇവിടം കൊണ്ട് കേരളം അവസാനിക്കുക. അത്രയൊരു സ്ഥലം അവിടെ ദൈവം വിടുവിച്ചതാ. മണിയാർ കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് നോക്കിയ വനമാ. ഈ ശരിയാണോ? ആ വനം കയറി ഇറങ്ങിയാ ചെല്ലുന്ന തമിഴ്നാടാ. കറക്റ്റാ. കർത്താവ് വിടുവിച്ചതാ കേട്ടോ. ഇനി രക്ഷപ്പെടും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പോയി ധൈര്യത്തോടെ ഒറ്റയാഴ്ച മുടക്കരുത്. കർത്താവിനെ തിരിച്ചു കിട്ടിയില്ലയോ? കർത്താവിനെ വിടുകയും ചെയ്യരുത് കേട്ടോ. പോയിരുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ.